ഒരു ആർട്ടിസ്റ്റിന് ശാരീരിക പരിമിതികളൊന്നും ഇല്ല എന്നാണ് എന്നെ പഠിപ്പിച്ചു തന്നത് അവർ. ഇപ്പോൾ ജസ്ഫറിന് ഒരുപാട് പരിമിതികളുണ്ട്, പക്ഷെ ആ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുള്ളത്. എങ്ങനെയാണ് ആ ഒരു ലൈഫ് ജേണി? ഞാൻ ചെറുപ്പം മുതൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സ്കൂൾ ടൈമിൽ തന്നെ ഞാൻ നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്തിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് അസുഖം ഇങ്ങനെ ഈ ഒരു അസുഖത്തിന് മസ്കുലർ അട്രോഫിയാണ്, അത് കൂടിക്കൂടി വരും. ഈ അസുഖത്തിന് ഏത് പ്രായത്തിൽ അത് തിരിച്ചറിയുന്നത്? അത് 5-6 വയസ്സിൽ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങിയിരുന്നു. അപ്പം അന്ന് അതുവരെ ഓക്കെ ആയിരുന്നു. അതെ, അന്ന് അതുവരെ ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും, പക്ഷേ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്നുള്ളത് പാരൻസിനൊക്കെ മനസ്സിലായി. അപ്പോൾ അവർ കുറേ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, പക്ഷേ ഒന്നൊരു നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 10-12 വയസ്സായപ്പോഴാണ് ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഇതിങ്ങനൊരു അസുഖമാണെന്നുള്ളതെല്ലാം മനസ്സിലാകുന്നത്. പക്ഷേ പിന്നെയും എനിക്ക് ഓക്കെ ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമൽ ആളുകളെ പോലെ തന്നെ. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത്. പിന്നീട് പഠനമൊക്കെ നിർത്തി വീട്ടിൽ തന്നെ ആയിരുന്നു കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമുണ്ട്, പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു ആ സമയത്തും. പക്ഷേ പിന്നെ കൈകൊണ്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വായ കൊണ്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. വായ കൊണ്ട് ചെയ്യാൻ ഒരു ദിവസം പെട്ടെന്ന് സംഭവിച്ചതല്ല. അതെങ്ങനെയാ പഠിച്ചെടുക്കുക? അതിനെന്തെങ്കിലും ഇപ്പോൾ അതിനെന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ? അതോ ഇല്ല, ആദ്യം ഞാൻ അഭ്യസിച്ചെടുത്തതാണ്? എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വായ കൊണ്ട് ചെയ്യുന്നൊരവസ്ഥയിലെത്തിയിരുന്നു. അതായത് ഒരു ടിവിയുടെ റിമോട്ട് എടുക്കുക, അത് അതിൽ ബട്ടൺ പ്രസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഒരുപാട് വായന ഉള്ളൊരു ടൈമായിരുന്നു, ഇപ്പോൾ കുറവാണ്. അപ്പോൾ വായിച്ചതെല്ലാം ഞാൻ അതുപോലെ ഡയറി എഴുതുമായിരുന്നു അന്ന് ആ സമയത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ വായിൽ പെൻസിൽ വെച്ചിട്ട് പേന വെച്ചിട്ടൊക്കെ എഴുതാനാണ് ആദ്യം പഠിച്ചത്. പിന്നെ അതങ്ങനെ മെല്ലെ മെല്ലെ പെയിൻറ്റിങ്ങിലേക്കും കൂടെ അതിങ്ങനെ ആയി. ഞാൻ പോലും അറിയാതെ സംഭവിച്ചൊരു പ്രോസസ്സാണെന്നായി എനിക്ക് തോന്നുന്നത്. അതിനായിട്ട് എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസ് അങ്ങനെയൊന്നുമില്ല. അതങ്ങനെ എഴുത്ത്, പിന്നെ ചെറിയ ചെറിയ വരകൾ, അതങ്ങനെ മെല്ലെ മെല്ലെ പതുക്കെ ഡെവലപ്പായി വരിക ചെയ്ത്. പിന്നീട് ആ പെയിന്റിങ്സ് എല്ലാം എങ്ങനെയാണ് സോഷ്യലി അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? അത് ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളെല്ലാം വരാനൊക്കെ തുടങ്ങി. നല്ല പ്രോത്സാഹനമായിരുന്നു പാരൻസിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നൊക്കെ. അതുപോലെ സുഹൃത്തുക്കൾ വലിയൊരു താങ്ങായിരുന്നു എനിക്ക്. മീഡിയാസിലൊക്കെ തന്നെ ആദ്യം വന്നു ഇങ്ങനെ ഒരു ചെറിയ സംഭവങ്ങൾ, ചെറിയ അന്ന് ലോക്കലായിട്ടുള്ള. പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ട് എല്ലാ ഭാഗത്തുനിന്നും കിട്ടി എന്നുള്ളത്. അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യത്തിൽ അത് വളരെ പോസിറ്റീവായിട്ടാണ് ഉണ്ടായത്. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ ജസ്ഫറിനെ കുറിച്ച് വായിച്ചിരുന്നു, APJ അബ്ദുൽ കലാമാണ് താങ്കളുടെ ഒരു ഇൻസ്പിരേഷൻ എന്ന്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതെ, എൻ്റെ ഫസ്റ്റ് ഞാൻ അത് ചെയ്തൊരു പോർട്രേറ്റ് അതായിരുന്നു. അത് പെൻസിൽ സ്കെച്ചായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അഗ്നിച്ചിറകുകൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വായന വലിയൊരു ശീലമായിരുന്നൊരു സമയത്ത് വായിച്ചൊരു പുസ്തകമാണത്. അത് വായിച്ച സമയത്ത് നമുക്ക് ഇതുപോലെ അദ്ദേഹത്തിനോടുള്ളൊരു ഇഷ്ടം കൂടിയ സമയത്താണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ കാണാനുള്ളൊരാഗ്രഹം ഞാൻ അറിയിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതി, ഇങ്ങനെ പോർട്രേറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു PA എനിക്ക് കത്തെഴുതി, ഇങ്ങനെ കേരളത്തിൽ വരുന്ന സമയത്ത് നിങ്ങളെ മീറ്റ് ചെയ്യും എന്നുള്ളത്. അങ്ങനെ 2003-04 കോഴിക്കോട് വന്ന സമയത്ത് മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം. കാരണം വായിച്ച് നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ട് പുള്ളീനെ കുറിച്ചിട്ട്. അങ്ങനത്തെ ഒരാൾ മുന്നിൽ വന്ന് നമ്മളോട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അത് ലൈഫിൻ്റെ ഒരു നല്ല ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എനിക്ക്. പിന്നീട് എപ്പോഴാണ് ഇതൊരു പ്രൊഫഷനായിട്ട് മാറുന്നത്? എപ്പോഴാണ് ഈ ഒരു പെയിൻറ്റിങ്ങും ആർട്ട് വർക്ക്സും ഒക്കെ? അത് ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നതല്ല, നമുക്ക് നമ്മുടെ ഒരു ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതൊന്നും പെയിൻറ്റിങ്ങിൽ നിന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെയിൻറ്റിങ് എന്നുള്ളത് എൻ്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ, പിന്നെ വേറൊന്നും എനിക്ക് ചെയ്യാനില്ല എൻ്റെ മുമ്പിൽ. അത് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് സന്തോഷം വരുന്നത്. അപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ഒരു ചിന്താ സമയത്ത്. അപ്പോൾ അങ്ങനെ പെയിൻറ്റിങ് അങ്ങനെ ചെയ്ത് നമുക്കൊരു പല അവസരങ്ങളും വന്നു. അതിൻ്റെ കൂട്ടത്തിൽ എക്സിബിഷൻസ് കാര്യങ്ങൾ, കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ വെച്ച് 1-2 പ്രാവശ്യം എക്സിബിഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ ഇതാണെന്നുള്ളൊരു തോന്നലിങ്ങനെ
ഉള്ളിലുണ്ടായി എനിക്ക്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണ് എൻ്റെ ചുറ്റിലും, എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും പിന്നെ നമ്മുടെ ചർച്ചകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വരയ്ക്കാനാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാൻ ഗുരുക്കന്മാരായിട്ടും കാര്യമായിട്ട് ആരുമില്ല. എൻ്റെ ആർട്ടിസ്റ്റ് ദയാനന്ദൻ, അതുപോലെ ജാഫർ ക്ലാരി എൻ്റെ 2 സുഹൃത്തുക്കളാണെന്ന് പറയാം. അങ്ങനെ ദേട്ടനൊക്കെ വരുന്ന സമയത്ത് ഞാൻ വരച്ച പെയിൻറ്റിങ്ങിൽ ഞാനത് വായ കൊണ്ടാണ് ചെയ്തത്, അങ്ങനെയുള്ള ഒരു പരിഗണന എനിക്ക് തന്നിട്ടില്ല. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അവരൊരിക്കലും നീ ഒരു ആർട്ടിസ്റ്റാണെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. നീ ഒരു ആർട്ടിസ്റ്റാണ്, നീ അത് ചെയ്യുക. അത് അതിൽ ആർട്ടിസ്റ്റിന് ശാരീരിക പരിമിതികളൊന്നും ഇല്ല എന്നാണ് എന്നെ പഠിപ്പിച്ചു തന്നത് അവർ. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പരിഗണനകളും ഇല്ലാതെയാണ് ഞാൻ ആർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം മുതൽ തന്നെ. അത് തീർച്ചയായിട്ടും ദയേട്ടനും അതുപോലെ ജാഫർ മാഷൊക്കെ അവരോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. പോർട്രേറ്റുകളും പെയിന്റിങ്സ് മാത്രമല്ല, വേൾഡ് ബ്രാൻഡുകൾക്ക്, ഇപ്പം നെസ്ലെ പോലുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയൊക്കെ പെയിന്റിങ്സ് ചെയ്യുന്നുണ്ടല്ലോ. അത് MFPL മെമ്പർ ആയതിനു ശേഷമാണ്. 2008 മുതലാണ് വേൾഡ് മൗത്ത് ആൻഡ് ഫുഡ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ അതിൽ മെമ്പറാവുന്നത്. അപ്പോൾ അത് ഇവരുടെ ഞാൻ മാത്രമല്ല, അതിൽ ഞാൻ ഉൾപ്പെടെ 850ഓളം ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട് വേൾഡ് വൈഡായിട്ട്.